ലഹരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾ മദ്യപാനം, പുകവലി, അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ, സെക്സ് അഡിക്ഷൻ, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. ഒക്കെ നെഗറ്റീവ്സാണ് കയറി വരുന്നത്. എന്നാൽ ലഹരി എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള, നമ്മളെ ഡെവലപ്പ് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള എന്ത് കാര്യം നമുക്ക് ലഹരിയായിട്ട് എടുക്കാൻ പറ്റും. ഉദാഹരണം, ഒരു നല്ല വായനാശീലം, അല്ലെങ്കിൽ നല്ല കഥ എഴുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ബിൽഡിങ്, ഓടുക ചാടുക, എല്ലാ കളികളും, നീന്തൽ, ഇതുപോലെയുള്ള നമ്മുടെ മനസ്സിനോ ശരീരത്തിനോ പോസിറ്റീവായിട്ട് വളർത്താൻ പറ്റാവുന്ന, ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനും നമുക്ക് ലഹരിയായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്കൊരു ലഹരിയിലേക്ക് ആവാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മളെ എല്ലാം കൊണ്ടും മേലോട്ടല്ലേ നയിക്കുക. അപ്പോൾ നമ്മുടെ യുവതലമുറേനെയും നമ്മളേനെയും നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് ലഹരിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. ലഹരി വേണം നമുക്ക്. പക്ഷെ എന്ത് ലഹരി എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമുക്ക് ഏറ്റവും പാഷനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ നമ്മൾ ലഹരി കണ്ടെത്താനായിട്ട് നമ്മൾ ശീലിക്കുക, മക്കളെ ശീലിപ്പിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു പുതിയ തലമുറ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതിലേക്ക് പതുക്കെ വഴി നയിക്കാനായിട്ട് നമ്മൾ മെനക്കെടും വേണം. സോ കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്.